2025 ഫെബ്രുവരി 8 സ്പെയിനിലെ മാഡ്രിഡിൽ ഒരു സമ്മിറ്റ് നടന്നു. ഇതിന് ഗ്ലോബലായിട്ടുള്ള മീഡിയ വലിയ പ്രാധാന്യം ഇപ്പോൾ കൊടുക്കാൻ തുടങ്ങി. അതായത് 14 രാജ്യങ്ങളുള്ള യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ, അതിലെ റെപ്രസെൻറ്റേറ്റീവ്സ്, അതിനകത്ത് പേരെടുത്ത് പറയാവുന്ന അറിയാവുന്നവർ ഹംഗേറിയൻ പ്രൈം മിനിസ്റ്റർ, ഫ്രാൻസിൻ്റെ ഒപ്പോസിഷൻ നേതാവ് ലീപ്പൻ, അതേപോലെ തന്നെ ഡച്ച് നേതാവ് ഗീറ്റ് വിൽഡേഴ്സ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരും ഇവരെല്ലാം കൂടാണ് ഒത്തുകൂടി. ഏകദേശം 100-ലധികം പേര്. ഇതിലെല്ലാം ഫാർ റൈറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിലെ സീനിയർ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ്. മനസ്സിലാക്കുക, ഇവരുടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഏകദേശം 9 കോടിയിലധികം അവിടെയുള്ള യൂറോപ്പിലുള്ള ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വോട്ടേഴ്സ് ഇവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക്, അതായത് ഫാർ റൈറ്റ്. അപ്പം ഇതിനകത്തെ ചില തീരുമാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാളെ എങ്ങനെയാണ് യൂറോപ്പ് മാറാൻ പോകുന്നത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പൊളിറ്റിക്കൽ പാർട്ടിയും ആ പല രാജ്യങ്ങളിലും ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ പുറത്തു നിന്ന് സഹായിക്കുന്നുണ്ട് സപ്പോർട്ടീവായിട്ട്. ഇപ്പോൾ ഫ്രാൻസിൽ പോലും ഭരിക്കുന്ന ഗവൺമെൻറ്, കാരണം അവർക്ക് മെജോറിറ്റി ഇല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫാർ റൈറ്റുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ മാഡ്രിഡ് വെച്ച് നടന്ന ഈ കൺവെൻഷനിൽ ഇവർ ഡിക്ലെയർ ചെയ്തൊരു സംഭവമുണ്ട്: യൂറോപ്പ് സ്ട്രോങ് എഗെയിൻ. യൂറോപ്പ് പഴയ പോലെ ശക്തമായിട്ട് തിരിച്ചു വരണം. അതിനെ ഫോളോ ചെയ്തേക്കുന്ന ഡൊണാൾഡ് ട്രംപുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പ്രാസംഗികം പറഞ്ഞ്, ഇന്നലെ വരെ നമ്മളെ ഗ്ലോബലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ആളുകളില്ലായിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വന്ന് ആ കാറ്റടിച്ച ശേഷം നമുക്ക് ആളുകളുണ്ട് ഗ്ലോബലായിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ആശയങ്ങൾ ഉൾപ്പെടുന്ന ഒരു രാജ്യങ്ങളായിട്ട് യൂറോപ്പിനെ മാറ്റാനും നമുക്ക് കഴിയും. അതായത് പറയുന്നത് ഒരു 4 മുതൽ 5 വർഷത്തിനുള്ളിൽ യൂറോപ്പിലുള്ള വലിയൊരു ശതമാനം രാജ്യങ്ങളിൽ ഫാർ റൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. ഓരോന്നായിട്ട് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ എത്രമാത്രമാണ് പ്രാധാന്യമുള്ളത്. ഓരോ പോയിന്റുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, യൂറോപ്പിൽ കുടിയേറിയിരിക്കുന്ന അറബ്സിനെ മുഴുവനും പുറത്താക്കും. അതായത് എല്ലാ രാജ്യങ്ങളും കൂടെ ഒറ്റയടിക്ക് തീരുമാനമെടുക്കുക, അവിടെ കുടിയേറിയിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, അവർക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിലും അത് റിവോക്ക് ചെയ്ത് അവരുടെ ഏത് രാജ്യത്തു നിന്നും അങ്ങോട്ട് തിരിച്ചയക്കുക. 1. 2, ഈ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ക്രിസ്ത്യാനിറ്റിയിലായിരിക്കണം പോകേണ്ടത്. ക്രിസ്ത്യൻ ഫെയ്ത്തിലേ പോകാൻ പാടുള്ളൂ. അതിൻ്റെ അത് സെക്യുലറിസം എന്ന സാധനം വേണ്ട. ഇത് ചിന്തിപ്പിക്കുന്നൊരു ഘടകമാണ്. ഇപ്പം ഇന്ത്യയിലെ ഹിന്ദുത്വ എന്ന പോലെ തന്നെ ഈ രാജ്യങ്ങൾ അതും മനസ്സിലാക്കുക. ഈ രാജ്യങ്ങൾ ഒന്നടങ്കം തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് കാത്തലിക്സിൻ്റെ പോപ്പ് പറയുന്നത്, അതായത് ഇപ്പോഴത്തെ പോപ്പ് പറയുന്നത്, ആ രീതിയെ പൂർണ്ണമായിട്ടും അവഗണിക്കുക. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിനകത്ത് അധികവും കാത്തലിക്സ് രാജ്യങ്ങളാണെങ്കിലും ഇവർ പറയുന്ന ക്രിസ്ത്യൻ ബിലീഫ്സിനകത്ത് ഇവർ പറയുന്ന ആ കാത്തലിക്സ് ഈ പറയുന്ന വാറ്റിക്കാൻ പറയുന്നതിനെ ഇഗ്നോർ ചെയ്യുക. അതാണ് ഇതിൻ്റെ സംഭവം. ഇത് എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇതാണ് ഇവരുടെ ഒരു ആശയങ്ങൾ ലോകത്തിന് മുമ്പിൽ പറയുന്നത്, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പറയുന്നത്. ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്, അവിടെ ഒത്തിരി പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് യൂറോപ്യൻ യൂണിയനിൽ 86 പേരുണ്ട്, മെമ്പേഴ്സ് ഓഫ് ഈ എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇവരുടെ പാർട്ടിയിൽപ്പെട്ടവർ. അതായത് യൂറോപ്യൻ യൂണിയൻ പോലും ഇവരുടെ കസ്റ്റഡിയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ സോളിഡാണ് ഈ സംഭവം. അപ്പോൾ ഇവരുടെ കൂടെ യൂറോപ്യൻ യൂണിയൻ ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും വരാനുള്ള സമയത്ത് ഇവരാണ് എലക്റ്റഡ് ആവുന്നത്. അടുത്ത എന്താണ് സംഭവം? അതായത് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ട്രംപ് പാരീസ് ക്ലൈമറ്റിൽ നിന്ന് ഉടമ്പടിയിൽ നിന്ന് പിന്മാറി. ഇവരുടെ ഡിമാൻഡ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ
ഈ എൻവയറമെൻ്റൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നിന്നും പിന്മാറണം. യൂറോപ്പിനെ എത്രമാത്രം ശക്തമാക്കാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. ഇതിനകത്ത് ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അയർലൻഡ്, മറ്റുള്ള ചില രാജ്യങ്ങളൊക്കെ ഈ അമേരിക്കയും അതേപോലെ ചില രാജ്യങ്ങളെ ഈ ട്രംപിനെയൊക്കെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നുണ്ട്. ഈ പറയുന്ന ഫാർ റൈറ്റ് പറയുന്നത് അമേരിക്കയും ട്രംപും പറയുന്നതാണ് സത്യം, അതനുസരിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അതായത് ഫാർ റൈറ്റ്. ഇതിനകത്ത് സെക്യുലറിസം എന്ന വാക്ക് പാടില്ല, ഇത് ട്രംപ് പറയുന്ന പോലെ തന്നെ. ഇതിനകത്ത് മറ്റുള്ള കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുക, അവർക്ക് യാതൊരുവിധ പ്രാധാന്യവും യൂറോപ്പിൽ കൊടുക്കാതിരിക്കുക, അവരിവിടെ താമസിക്കുകയാണെങ്കിൽ പോലും അവരെ സെക്കൻഡ് ലെവൽ സിറ്റീസണായിട്ട് കരുതിയാൽ മതി, അവരെ ഒരുമിച്ച് താമസിക്കാൻ സമ്മതിക്കരുത്. അത് യൂറോപ്പിലുള്ള ജനതയെ, അവരുടെ സമാധാനത്തെ ബാധിക്കും. ഇതൊക്കെ ഞാൻ വളരെ നേരത്തെ പല വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് യൂറോപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഫാർ റൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ തീവ്രതയാണ്. എന്നിട്ട് പറഞ്ഞ സംഭവം കേൾക്കുക, ഇമ്മാനുവൽ മാക്രോൻ്റെയും ജർമ്മനി ഭരിക്കുന്ന സ്കോൾസ്, ഇവരുടെയൊക്കെ സമയം കഴിഞ്ഞു. ഇവരെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുക. ഇവരെ ഇതേപോലെയുള്ള സെക്യുലർ സെൻട്രിസ്റ്റ്, ഇങ്ങനെയുള്ള ലെഫ്റ്റ് ലിബറൽ സാധനങ്ങളെ പൂർണ്ണമായിട്ടും യൂറോപ്പിൽ മണ്ണിൽ നിന്ന് എടുത്ത് കളയുക. ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ്. ഇത് ഭയങ്കര സീരിയസ് ആണ്. ഇനി അടുത്ത സംഭവം കേട്ടോളാം. ഇസ്രായേൽ എന്ന് പറയുന്ന ബിബ്ലിക്കൽ രാജ്യമാണ്. ഇസ്രായേൽ വലുതാകേണ്ടത് ഇവിടുത്തെ ഓരോ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ ആവശ്യമാണ്. അതായത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. എന്താണ് വാറ്റിക്കാൻ പറയുന്നത്? നേരെ വിപരീതം പറയുന്നത്. അതായത് ഇവാഞ്ചലിക്കൽ പെൻഡക്കോസ്റ്റ് പറയുന്ന രീതിയിലോട്ട് ഈ രാജ്യങ്ങൾ മാറുകയാണ്. അപ്പം അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻ റിവൈവൽ ഉണ്ടാകണം. യൂറോപ്പിൽ മുഴുവൻ പഴയ പോലെ തിരിച്ചു പോകണം. അതായത് പള്ളികൾ അടഞ്ഞു കിടക്കുന്നത് ബാറുകളാകുന്നു. ഇവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി തിരിച്ചു വരണം റിവൈവലായിട്ട്. അതേപോലെ തന്നെ ഗാസയിൽ നിന്ന് അവിടുന്ന് പാലസ്റ്റീൻകാരെ ട്രംപ് പറയുന്ന പോലെ തന്നെ അവിടുന്ന് മാറ്റണം. അവിടെ പാലസ്റ്റീൻ എന്ന് പറയുന്നത്, അവിടെയുള്ള മുസ്ലിം എന്ന് പറയുന്നതും ഇസ്രായേലിൻ്റെ ആ ഭാഗത്തെ, അത് ബിബ്ലിക്കൽ രാജ്യമല്ല. അതുകൊണ്ട് ബിബ്ലിക്കൽ രാജ്യമായി ഇസ്രായേലിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ലെബനനാണെങ്കിലും സിറിയയാണെങ്കിലും പാലസ്റ്റീനാണെങ്കിലും ജോർദാനാണെങ്കിലും ഗാസയാണെങ്കിലും അവിടെ പൂർണ്ണമായിട്ട് ഒഴിച്ച് അത് ഇസ്രായേലിൻ്റെ കയ്യിൽ കൊടുക്കുക. അതിനുവേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇസ്രായേലിനെയും ട്രംപിനെയും പിന്തുണയ്ക്കണം. സംഭവം പിച്ച് വളരെ ക്ലിയറാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ടോപ്പിക്കായിട്ട് മാറി. എന്താണ് കാര്യം? അത് ഇത് മനസ്സിലാക്കുക. ആരാണ് ലെഫ്റ്റ് ലിബറൽസ്? ഇവരാണ് ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക, നശിപ്പിക്കുക. അവർ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി ജീവിക്കട്ടെ എന്ന് തന്നെയാണ് ഗ്രീറ്റ് വിൽഡേഴ്സ്, അതായത് ഡച്ച് പ്രധാനപ്പെട്ട റൈറ്റ് വിങ് പാർട്ടിയുടെ നേതാവ് പറയുന്നത്. അയാൾ ഭയങ്കര ഹാർഡ് കോറാണ്. അയാളെപ്പറ്റി അയാൾ എന്താണ് തുർക്കിക്കെതിരെ പറഞ്ഞ്, എന്താണ് നെതർലാൻഡ്സിൽ ഇസ്ലാമിക മോസ്കുകൾ പാടില്ല, മദ്രസകൾ പാടില്ല, അവരെ അവിടുന്ന് പുറത്താക്കണം എന്ന് ഓപ്പൺലി പറഞ്ഞ ആളാണ് ഈ പറയുന്ന ക്രീറ്റ് ബിൽഡേഴ്സ് പറയുന്നത്. എന്താണ് ലീപ്പൻ പറയുന്നത്? അതായത് ഫ്രാൻസിൻ്റെ അടുത്ത് വരാൻ പോകുന്ന പ്രസിഡന്റ് കൃത്യമായിട്ട് പറയുന്നു, അവരധികാരത്തിൽ കയറുകയാണെങ്കിൽ പാറായി. കാരണം അവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇമ്മാനുവൽ മാക്രോൺ അധികാരത്തിൽ കയറുകയാണെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങളെ അവർ സിറ്റിസണായിട്ടുള്ളവരെ പോലും റിവോക്ക് ചെയ്യും. അവർക്കറിയാം എന്ത് ചെയ്യണം. അതാണ് അതിൻ്റെ പറയുക. അവർക്കറിയാം. അവർ പറയുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണം, ഇവരെ അവിടുന്ന് പുറത്താക്കും. അതായത് യൂറോപ്പ് പഴയ പോലെ തിരിച്ചു വരണം. ഇതിനോട് യോജിക്കാത്ത ഏതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവരെ യൂറോപ്പിൻ്റെ ഭാഗമാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കൃത്യമായിട്ടാണ് പറയുന്നത്. ഇവരുടെ ലീഡറായിട്ട് അവരുദ്ദേശിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സ് ഒരുമിച്ച് കൂടിയിട്ട് പറയുകയാണ് അവരുടെ ലീഡർ ട്രംപാണ്. ട്രംപ് എന്ത് നയമെടുക്കുന്നു അത് അവരോടും കൂടെ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. ഫാർ റൈറ്റ് ഇവിടെ വരേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെ തിരിച്ചു വന്നേ മതിയാവത്തുള്ളൂ.
അതായത് ക്രിസ്ത്യൻ ലൈഫിലാണ് യൂറോപ്പ് ഇനി പോകേണ്ടത്. ഒരിക്കലും സെക്കുലർ ലൈഫിനും ആ ലൈഫിൽ പോകാൻ പാടില്ല. ഇത് കേരളത്തിലെ സുഡാപ്പികൾ മനസ്സിലായിക്കോണം. എങ്ങനെയാണ് ഈ സ്പെയിൻ നടന്ന മാഡ്രിഡ് സമ്മിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം സീരിയസ് ആയിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്ലാമിനെയും അതായത് സുഡാപ്പികളൊക്കെ കാണുന്നത്. അതായത് അവരോട് പറഞ്ഞാൽ അവരുടെ രാജ്യത്ത് വരണ്ട, ഇവിടെ ഉള്ളവനെ പോലും അവർ തിരിച്ചയക്കാൻ തയ്യാറാണ്. ഈ രാജ്യം നിങ്ങളുടേതല്ല, ഇസ്ലാമിക വിശ്വാസികളുടെ അല്ല ഈ രാജ്യം, ഇത് യൂറോപ്പിൻ്റെയാണ്. ഇവിടെ പോകേണ്ടത് ക്രിസ്ത്യൻ രീതിയിലായിരിക്കണം. അത് കാത്തലിക് ക്രിസ്ത്യനും അല്ല. അതാണ് എൻ്റെ തമാശ എന്ന് പറയുന്നത്. അതായത് ക്രിസ്ത്യൻ ഫെയ്ത്തിലുള്ള റിവൈവൽ രീതിയിലായിരിക്കണം യൂറോപ്പ് എന്ന രാജ്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം യൂറോപ്പിലുണ്ടായാൽ മതി, അല്ലാത്തവർക്ക് പുറത്ത് പോകാം. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഈ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോന്നും പുറത്തു വരുന്നത്.